السلام عليكم ورحمة الله تعالى وبركاته. مشاهدينا الكرام الأعزاء الشرفاء الكرماء العلماء، مرحبا بكم إلى قناتنا لتعليم اللغة العربية، خاصة الناس يتكلمون في الدول الخليج. مرحبا بكم جميعا. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോക്കൺ അറബിക്കാണ്, അഥവാ ഗൾഫിലെ സംസാര ഭാഷ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ചാനലിലുണ്ട്, കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്, അഥവാ പാർട്ട് 25ൻ്റെ തുടർച്ചയാണ്. അതിൽ നമ്മൾ കുറേ അവാമിറുകൾ പഠിച്ചു. എന്താ അവാമിർ എന്ന് പറഞ്ഞാൽ കൽപ്പനക്രിയകൾ പഠിച്ചു. ഈ വീഡിയോയിലും നമ്മൾ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ തുടർച്ചയാണ്, കൽപ്പനക്രിയകൾ തന്നെയാണ് പറയാൻ പോകുന്നത്. ഞാനിവിടെ കുറച്ച് ബോഡീകരിച്ച് വെച്ചിട്ടുണ്ട്, നമുക്കത് നോക്കാം, വായിച്ച് നോക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം കേട്ടോ. താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഞാൻ വായിക്കാം. ആദ്യമായിട്ട് തഫല്ലൽ. എന്താ വായിക്കാം? തഫല്ലൽ. ഇശ്റബ്, ഇബ്തസിം, ഇഫ്റഹ്, ഇൽരിബ്, ഇത്ബഖ്, ഇസ്റഅ്, ഗസ്സിൽ. ഇപ്പം എത്ര വാക്കുണ്ട്? 8 വാക്കുണ്ട് അല്ലേ? നമുക്ക് ഇതിൻ്റെ അർത്ഥവും പഠിക്കാം കേട്ടോ. നോക്കാം, ഒന്നുകൂടി ഞാൻ വായിക്കാം. തഫല്ലൽ, ഇശ്റബ്, ഇബ്തസിം, ഇഫ്റഹ്, ഇൽരിബ്, ഇത്ബഖ്, ഇസ്റഅ്, ഗസ്സിൽ. ഇത് നമുക്കതിൻ്റെ അർത്ഥമൊന്ന് എഴുതി നോക്കാം. ഓക്കെ, എന്താണ് ഇതിൻ്റെ അർത്ഥമൊന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ശ്രദ്ധിക്കെല്ലാവരും. തഫല്ലൽ ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, നമ്മുടെ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. എന്താ തഫല്ലൽ എന്ന് പറഞ്ഞാൽ? വരൂ. എന്താ അർത്ഥം? വരൂ. മനസ്സിലല്ലേ? ഇശ്റബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുടിക്കൂ, കുടിക്കൂ. ഇബ്തസിം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കൂ. പുഞ്ചിരിക്കൂ. ഇഫ്റാഹ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കൂ, സന്തോഷിക്കൂ. മനസ്സിലായില്ലേ? ഇൽരിബ് എന്ന് പറഞ്ഞാൽ അടിക്കൂ, അടിക്കൂ. ഇത്ബഖ് എന്ന് പറഞ്ഞാൽ വേവിക്കൂ, ഭക്ഷണം പാകം ചെയ്യൂ എന്നർത്ഥം. ഇത്ബഖ് വേവിക്കൂ, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യൂ. ഇസ്റഅ് കൃഷി ചെയ്യൂ, കൃഷി ചെയ്യൂ. ഗസ്സിൽ കഴുകൂ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? നമുക്കൊന്നും കൂടി നോക്കാം, വായിച്ച് നോക്കാം. മലയാളം ഞാൻ വായിക്കുന്നില്ല, മലയാളം ഇവിടെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അറബി എഴുത്ത് വായന അറിയാത്ത ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ പിന്നെ ഒന്നുകൂടി പഠിപ്പിക്കാം. പക്ഷെ മാത്രമല്ല, നമ്മുടെ വീഡിയോയിലുണ്ട്, നമ്മുടെ ചാനലുണ്ട് അത്തരം വീഡിയോകൾ. അറബി അക്ഷരമാല പഠിപ്പിക്കുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അത് പിന്നെ കാണാവുന്നതാണ് കേട്ടോ. ഇനിയും അത്രയും ക്ലാസ് വെക്കണമെങ്കിൽ ഞാൻ വെക്കാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അറബി പിന്നെ വായിക്കാൻ അറിയാത്ത ആളുകൾ. അപ്പോൾ ഞാൻ അറബി മാത്രം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കാം കേട്ടോ. മലയാളം പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ ഉണ്ടല്ലോ. ഓക്കെ, ശ്രദ്ധിക്കുക. തഫല്ലൽ, തഫല്ലൽ, ഇശ്റബ്, ഇബ്തസിം, ഇഫ്റഹ്, ഇൽരിബ്, ഇത്ബഖ്, ഇസ്റഅ്, ഗസ്സിൽ. ഇതിൻ്റെ പുള്ളികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിയില്ലേ? 2 പുള്ളി, ഇവിടെയൊക്കെ പുള്ളികൾ. ഈ പുള്ളികളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതുമ്പം ആ പുള്ളികളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം എഴുതുമ്പോൾ കേട്ടോ. പുള്ളികൾ എവിടെയൊക്കെ പുള്ളികൾ ഉള്ളതെന്നൊക്കെ നോക്കുക. ഒന്നുകൂടി വായിക്കാം. തഫല്ലൽ, ഇശ്റബ്, ഇബ്തസിം, ഇഫ്റഹ്, ഇൽരിബ്, ഇത്ബഖ്, ഇസ്റഅ്, ഗസ്സിൽ.
ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് കൂടുതൽ വാക്കുകൾ പഠിക്കാം കേട്ടോ, നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു ലൈക്ക് കൊടുക്കുക. ഞാൻ പലപ്പോഴും പറയാനുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളിഷ്ടം. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക. എന്നാൽ മെച്ചതാരങ്ങളെ നമ്മൾ ഈ വീഡിയോ കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തും. മനസ്സിലായോ? അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.